ഹരേ കൃഷ്ണ. ഞാനിന്ന് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. നെല്ലിക്ക ഒരു 3/4 കിലോ ഞാൻ ആവി കയറ്റി വേവിച്ച് അതിൻ്റെ കുരു കളഞ്ഞ് ഒരു നെല്ലിക്ക ഒരു 6 ഭാഗമായിട്ട് വിഭജിച്ച് വെച്ചിട്ടുണ്ട്. അതാണിത്. ഇനി ഒരു പാത്രം എടുത്ത് സ്റ്റൗമ്മ വെച്ചിട്ട് ചൂടാക്കുക. അതിലെ വെള്ളമൊക്കെ പോകുമ്പോൾ എണ്ണ ഒഴിക്കണം. കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. ചൂടാകട്ടെ പാത്രം. ഞാനിത് ഉണ്ടാക്കുന്നത് എൻ്റെ മക്കൾക്ക് ഇതെല്ലാം ഉണ്ടാക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഒരു നെല്ലിക്കച്ചാർ ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോ ആയിട്ട് അവർക്ക് കൊടുക്കണം എന്ന് പറയും എപ്പോഴും മകളും മരുമക്കളും. അപ്പോൾ അവർക്ക് എന്നും നിത്യവും അല്ല ഉണ്ടാക്കാൻ അവർ തയ്യാറാകുമ്പോൾ ഈ വീഡിയോ കണ്ടാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാവർക്കും അത് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിലിടുന്നു. പാത്രത്തിലെ വെള്ളം വറ്റി ചൂടായി എള്ളെണ്ണ ഒഴിക്കുന്നു. എള്ളെണ്ണയാണ് ഏറ്റവും നല്ലത്. അത് കുറച്ചൊഴിക്കുന്നു. അത് ചൂടാകുമ്പോൾ ഞാൻ വലിയ സ്റ്റൗമ്മിലേക്ക് മാറ്റാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക്, 1 ടീസ്പൂൺ. അത് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് മാറ്റാം. 1 ടീസ്പൂണോ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാം. കടുകിട്ടു. വെള്ളം പൊട്ടാൻ വേണ്ടിയിട്ട് വലിയ സ്റ്റൗമ്മിലേക്ക് വെച്ചത്. ഇനി 3 വറ്റൽമുളക് ചെറുതാക്കിയിട്ട് ഇതിലേക്ക് ഇടുക. ഇനി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതിട്ടു. ഇഞ്ചി കുറച്ച്, അതൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പില, തീ കുറയ്ക്കുക. തീ സിമ്മിലിടുക സ്റ്റവ്. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ആവശ്യത്തിന്. ഞാനിവിടെ 3/4 കിലോന് ഒരു 4-5 സ്പൂൺ ഇടും. 1 2 3 4 5.
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വേണ്ട, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മതി. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ഇടണം. അത് കഴിഞ്ഞാൽ ഇത് നെല്ലിക്ക ഇതിലേക്കിടുക. കുറേ നാൾ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഇത് ചൊറുക്ക വിനീഗർ ഒഴിക്കണം. അല്ല വേഗം തന്നെ ഇത് സൂക്ഷിക്കാതെ കഴിക്കാനാണെങ്കിൽ ലേശം തിളപ്പിച്ചറിയ വെള്ളം, അല്ലെങ്കിൽ നെല്ലിക്ക പുഴുങ്ങും, വെറുതെ ഒന്ന് പുഴുങ്ങും. ചിലവർ ആവി കയറ്റും, ചിലവരിത് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങും. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇത് വിറ്റാമിൻ സി അധികമുള്ള വെള്ളം തന്നെയാണല്ലോ, അപ്പം അതൊഴിക്കാം. അല്ല വെള്ളം ഒഴിക്കാതെ സൂക്ഷിക്കണം, ഇങ്ങനെ തന്നെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ എണ്ണയിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ചൂടാറുമ്പോൾ കുപ്പിയിലേക്ക് ആക്കാം. അപ്പോൾ കുറേ നാൾ സൂക്ഷിക്കാം. അല്ല വേഗം തന്നെ എടുത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ നെല്ലിക്ക പുഴുങ്ങിയ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഫ്രിഡ്ജിലെടുത്ത് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി, അപ്പോൾ കേടാവില്ല. ഉലുവപ്പൊടി ലേശം ഇടണം. ഉലുവപ്പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് വറുത്ത് പൊടിച്ചതാണ്. അതുകൊണ്ട് പിന്നെ വെളിച്ചെണ്ണ എടുത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. എല്ലാം പാകത്തിനുണ്ട്. ഇത് ചൂടാറുമ്പോൾ കുപ്പിയിലേക്കാക്കാം.